Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihi wa ala alihi wa sahbihi ajma'in. Amma ba'd. അഫ്ളലുൽ ഉലമ ഉള്ള ഗ്രാമർ ആണ്. അതിൽ ഓരോ പോർഷൻസ് ഉണ്ട്. ആദ്യം തന്നിരിക്കുന്നത് സെന്റൻസസ് ആണ്. സെന്റൻസസ് എന്ന് പറയുമ്പോൾ വാക്യങ്ങളാണ് അല്ലേ. അറബി ജുംല എന്ന് പറയുന്നത്. A sentence is a group of words which makes a complete sense. Complete sense ആണ് പൂർണ്ണമായ ആശയം. സെൻസ്. A sentence, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ a group of words. It's a group of words. ഒരു പദസമൂഹമാണ്, പദങ്ങളുടെ കൂട്ടമാണ്, ഗ്രൂപ്പാണ് എന്നർത്ഥം. വേർഡ്സ് എന്ന് പറയുമ്പോൾ വേർഡ് എന്ന് പറയുന്നത് WORD, വേർഡ് പദം. ഹെഡിങ് sentences. Which makes a complete sense. Sense means ashayam. Ashayam. The idea. The sentence is a meaningful unit of communication. The sentence എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷന്റെ ആശയവിനിമയത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന്റെ ഒരു മീനിങ് ഫുൾ യൂണിറ്റ്, ഒരു അർത്ഥപൂർണമായിട്ടുള്ള ഒരു ഘടകം. നമ്മളിപ്പോ ഒരാളോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം ആണ് എന്ത് ഒരു സെന്റൻസ് പറയുന്നത്. ഇനി അതിൽ സെന്റൻസിൽ വേർഡ്സിന് ചില ഓർഡർ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് പറഞ്ഞത്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എങ്ങനെയെങ്കിലും വെച്ചാൽ പോരാ. സാധാരണ ഒരു സെന്റൻസിലെ ഓർഡർ, വേർഡ് ഓർഡർ, വാക്കിന്റെ ക്രമം, വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ പദക്രമം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? SVO പാറ്റേൺ ആയിരിക്കും. SVO പാറ്റേൺ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് കർത്താവ്, സബ്ജക്ട് SUBJECT, സബ്ജക്ട് കർത്താവ്, കർത്താവ് എന്ന് പറയുമ്പോൾ ഫായിൽ അല്ലെ, അറബിയിൽ ഫായിൽ, കർത്താവ്. അതായത് ക്രിയ, പ്രവൃത്തി, ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്ട്. വെർബ് ക്രിയ, എന്താണോ പ്രവൃത്തി അതാണ് വേർബ്, VERB, വേർബ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ്, കർമ്മം, അതായത് മഫ്ഊല്, എന്തിന്മേലാണോ പ്രവൃത്തിയുടെ ഫലം വന്ന് ഭവിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പോ I read a book, ഞാൻ ഒരു പുസ്തകം വായിച്ചു. I എന്താണ്? സബ്ജക്ട്. റെഡ് വെർബ്. എ ബുക്ക് ഒബ്ജക്ട് അല്ലേ. അപ്പൊ ഞാനാണ് വായിച്ചത്, I സബ്ജക്ട്. റെഡ് എന്താണ്? വായിക്കുക എന്നാണ് പ്രവൃത്തി. അപ്പൊ റെഡ്, READ എന്നുള്ളത് റീഡ് എന്നും റെഡ് എന്നും വായിക്കും. എന്താണ്? റീഡ് എന്ന് പ്രസന്റ് ടെൻസ് ആകുമ്പോൾ റീഡ് എന്ന് വായിക്കും. ഇതിവിടെ ഞാൻ വായിച്ചു എന്ന് പറയണം. അപ്പോ പാസ്റ്റ് ടെൻസിലാണ്. റീഡിന്റെ പാസ്റ്റ് ടെൻസ് റീഡർ എന്നല്ല, അല്ല, അവസാനം ED ചേർത്തിട്ടാണ് മിക്കവാറും പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുക. എപ്പോഴും അങ്ങനെയല്ല, മനസ്സിലായല്ലേ? അപ്പൊ I read a book. I recited Holy Quran today. I recited Holy Quran in the morning. I recited, ഞാൻ പാരായണം ചെയ്തു, Holy Quran, വിശുദ്ധ ഖുർആൻ, in the morning, രാവിലെ, പ്രഭാതത്തിൽ. അപ്പൊ അതെന്താണ്? അതില് I സബ്ജക്ട്, recited വെർബ്, പറ, പിന്നെ ഹോളി ഖുർആൻ ഒബ്ജക്ട് അല്ലേ, അതാണ്. അപ്പൊ ഇനി ഇവിടെ ഇതിനൊരു വേർഡ് ഓർഡർ ഉണ്ട് അല്ലെ. The order of words in a sentence is very important because word groups give the sentence a complete meaning. Word groups ആണ് സെന്റൻസിന് പൂർണ്ണമായ മീനിങ് കൊടുക്കുന്നത്. ആ വേർഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കണം? ഓർഡറിലായിരിക്കണം, ഒരു ക്രമത്തിലായിരിക്കണം. എങ്ങനെയെങ്കിലും വെച്ചാൽ എന്താവില്ല, അത് സെന്റൻസ് ആവുകയില്ല. എക്സാമ്പിൾ, ലെറ്റ് us examine the following sentences. ഗീത ഈസ് ഡ്രൈവിംഗ് എ കാർ. ഗീത ഒരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. സാബിത്ത് ഈസ് കമ്മിങ് ഫ്രം കോളേജ്. സാബിത്ത് കോളേജിൽ നിന്ന് വരുന്നു. റഹീം ലൈക്സ് ടു വർക്ക് ഇൻ കാനഡ. റഹീം കാനഡയിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു.
ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഒരു പ്രഷ്യസ് വിലയുള്ള, അമൂല്യമായ, വിലപിടിപ്പുള്ള, പ്രഷ്യസ് വിലപിടിപ്പുള്ള, PRECIOUS, പ്രഷ്യസ് വിലപിടിപ്പുള്ള, മെറ്റൽ ലോഹം. സ്വർണം ഒരു വിലപിടിപ്പുള്ള ലോഹമാണ്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന് പറയണം. അത് ഇതാണ് മെയ്ഡ് ഓഫ് എന്ന് പറയാം. എന്ത് ആ മെറ്റീരിയൽ പിന്നെ പറയും എന്തുകൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. തടിയിൽ നിന്നുണ്ടാക്കിയതാണ്, തടി കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. മനസ്സിലല്ലേ? ദ ചെയർ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെയർ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയത്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ടേബിൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണ്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് ഫൈബർ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയാം. അല്ലേ? വാട്ട് എ ഫാന്റാസ്റ്റിക് ഐഡിയ ഇറ്റ് ഈസ്. അത് എന്തു നല്ല ആശയമാണ്, ഒരു അത്ഭുതം കൂറുന്നതാണ് ഫാന്റാസ്റ്റിക് ഐഡിയ, ആശയം. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. ഈ പദം അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട്, എന്ത്. അപ്പോ വാട്ട്, വെൻ, വിച്ച്, വെൻ, വേർ ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ ഉപയോഗിക്കും. സിംഗുലർ ആണെങ്കിൽ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡു ഫോം, ഡസ് ഫോം ഉപയോഗിക്കും. പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കും. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. ഈ പദം അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പൊ ദിസ് വേർഡ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്, ഏകവചനാണ്. ശരി. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. അതുകൊണ്ട് ഡസ് ആയത് മീൻ അർത്ഥമാക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. പാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഡിഡ് എന്ന് വരും. അപ്പൊ ആദ്യം വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഡസ്, ഡു, ഡിഡ് ഇതിലേതെങ്കിലും ഒന്ന്, പിന്നെ എന്താണോ സബ്ജക്റ്റ് അത് ദിസ് വേർഡ്, പിന്നെ വേർബ്, മെയിൻ വേർബ്. ഡു, ഡസ്, ഡിഡ് ഒക്കെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുമ്പോൾ സഹായക ക്രിയകൾ. ഐ കം ഫ്രം വേങ്ങര. ഐ കം ഫ്രം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഐ കം ഫ്രം കാച്ചാണി എന്ന് പറഞ്ഞാൽ ഞാൻ കാച്ചാണിയിൽ നിന്ന് വരുന്നു. ഐ കം ഫ്രം വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നു. ഐ കെയിം ഫ്രം വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് വന്നു. ഐ കെയിം ഫ്രം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് വന്നു. COME വരിക, പ്രസന്റ് ടെൻസ്. CAME വന്നു, അറിയാലോ. വേർഡ്സ്വർത്ത് റോട്ട് മെനി പോയംസ്. വേർഡ്സ്വർത്ത് ധാരാളം കവിതകൾ റോട്ട് എഴുതിയിട്ടുണ്ടെന്ന് അർത്ഥമല്ലാതെ എഴുതിന്നുള്ളൂ കേട്ടോ. വേർഡ്സ്വർത്ത് റോട്ട് മെനി പോയംസ്. റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. WRITE, റൈറ്റ്. പാസ്റ്റ് ടെൻസ് WROTE, റോട്ട്. We are reading a novel. ഞങ്ങൾ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം സെന്റൻസുകളാണ് അല്ലേ? ഇനി ഇവിടെ കുറച്ച് സെന്റൻസ് അല്ലാതെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉദാഹരണം പറയാം, എല്ലാം കൂടെ വായിക്കേണ്ട കാര്യമില്ല. ഹാർഡ് വർക്കിംഗ് മാൻ എ ബാലു ഈസ്. ഹാർഡ് വർക്കിംഗ് മാൻ എ ബാലു ഈസ്. അത് അങ്ങനെ ക്രമം തെറ്റിയാ കൊടുത്തിരുന്നത്. നേരെ കറക്റ്റ് എങ്ങനെ അറിയാം? ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനിയായ. അപ്പൊ ഹാർഡ് വർക്കിംഗ് മാൻ എ ബാലു ഈസ്. ബാലു ഈസ് എ ഹാർഡ് വർക്കിംഗ് മാൻ അല്ലേ? അങ്ങനെ പറയണം. ദീപക് ആക്ടർ ഗുഡ് ഈസ് എ. ദീപക് ഈസ് എ ഗുഡ് ആക്ടർ. ദീപക് നല്ലൊരു നടൻ ആണ് എന്ന്. ഹോളിഡേ വി എൻജോയിങ് ആർ അവർ. ഞങ്ങളുടെ ഹോളിഡേ ആഘോഷിക്കുന്നു എന്നാണ് അല്ലെ? വി ആർ എൻജോയിങ് അവർ ഹോളിഡേ. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ? അങ്ങനെ സെന്റൻസ് ക്രമം തെറ്റിത്തന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ക്രമത്തിൽ എഴുതാൻ അറിയണം. എക്സസൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
1. The bell rings. ചോദ്യതാണ്. ഐഡന്റിഫൈ സെന്റൻസസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് കറക്റ്റ് ദ റോങ് വൺസ്. ഇതിൽ സെന്റൻസുകൾ ഐഡന്റിഫൈ ചെയ്യണം. ചിലത് സെന്റൻസ് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ചെയ്താൽ മതി. തെറ്റായത് എന്ത് ചെയ്യണം? ആൻഡ് കറക്റ്റ് ദ റോങ് വൺസ്. റോങ്, WRONG, റോങ്, തെറ്റ്. റൈറ്റ്, RIGHT, റൈറ്റ്, ശരി. RIGHT, റൈറ്റ്, ശരി. അതിന്റെ ഓപ്പോസിറ്റ് WRONG, റോങ്. The bell rings the pew. അതൊക്കെ തെറ്റാണ് അല്ലേ? ആദ്യ സബ്ജക്ട് ദ ബെൽ, ബെൽ റിങ്സ്, റിങ് ചെയ്യുന്നു, പ്യൂണ്. അപ്പൊ ആരാണ് ബെല്ല് അടിക്കുന്നത്? അപ്പൊ ദ പ്യൂൺ റിങ്സ് ദ ബെൽ, അതാണ് കറക്റ്റ് അല്ലേ? വാട്ട് യു ആർ ഈറ്റിംഗ്, അത് എന്താണ്? ആദ്യം സബ്ജക്ട്, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരണം, ചോദ്യാർത്ഥം അല്ലേ? പിന്നെ ഹെൽപ്പിംഗ് വെർബ് വരണം, പിന്നെ സബ്ജക്ട് വരണം, പിന്നെ മെയിൻ വെർബ് വരണം. അപ്പൊ വാട്ട് ആർ യു ഈറ്റിംഗ് വരണം. വാട്ട് യു ആർ ഈറ്റിംഗ് എന്നല്ല, വാട്ട് ആർ യു ഈറ്റിംഗ്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു റിസൈറ്റിംഗ്, നീ എന്താണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്? ഹൗ ആർ യു, നീ എങ്ങനെ, സുഖമാണോ തന്നെ. കൈഫൽ ഹാൽ എന്നതിന് പകരം ഇത് സുഖമാണോ എന്നുള്ളതിന് പകരം ഹൗ ആർ യു. അതിന്റെ നേരെ അർത്ഥം പറയണമെങ്കിൽ നീ എങ്ങനെ ആണ് അല്ലേ? ഇപ്പൊ വേർ ആർ യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്? വേർ ആർ യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്? വാട്ട് ആർ യു ഈറ്റിംഗ്, നീ എന്താണ് കഴിച്ചതെന്നല്ല, അവിടാണ് ശ്രദ്ധിക്കണം പറഞ്ഞത്. അവിടെ പാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. വാട്ട് ആർ യു ഈറ്റിംഗ്, ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ പ്രസന്റ് ടെൻസ് അല്ലേ? വാട്ട് ആർ യു ഈറ്റിംഗ്, നീ എന്താണ് തിന്നുകൊണ്ടിരിക്കുന്നത്? പ്രസന്റ് ടെൻസ് മാത്രം പറയാനാണ്. പ്രസന്റിൽ തന്നെ സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ING ഫോമാണ്. വാട്ട് ആർ യു റീഡിംഗ്, നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു റൈറ്റിംഗ്, നീ എന്താണ് പറ അപ്പം. വേർ ആർ യു ലൈങ്, നീ എവിടെയാണ് കിടക്കുന്നത്? ഇല്ലേ? അതേപോലെ ഉള്ള സെൻസ് അങ്ങനെ ആലോചിച്ചു കൊടുക്കും. അങ്ങനെയാണ് പഠിക്കാം, ശരി. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഹെൽപ്പിംഗ് വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നീട് മെയിൻ വെർബ്. ആ രൂപത്തിലാണ്. വാട്ട് ആർ യു ഡ്രിങ്കിങ്, നീ എന്താണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നൊക്കെ പറയാം. ഇനി വേറെ എന്ത് പറയാം? ഹൂം ആർ യു വെയിറ്റിംഗ്, ആരെയാണ് നീ കാത്തുകൊണ്ടിരിക്കുന്നത്? ഹൂം, ആരെ. ഹൂ, ആര്. ഹൂം, ആരെ. ഹൂം ആർ യു വെയിറ്റിംഗ്, നീ ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്? വെയിറ്റിംഗ്. ജിൽ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, അത് കറക്റ്റ് ആണ് സെന്റൻസ് അല്ലേ? ജിൽ രാഷ്ട്രീയത്തിൽ തൽപരനാണ്. ദ ലയൺസ് ഷൂട്ട്സ് ദ ഹണ്ടർ, തെറ്റാണ് അല്ലേ? ദ ലയൺസ് എന്താ? സിംഹങ്ങൾ. ഷൂട്ട്സ്, വെടിവെക്കുന്നു. ദ ഹണ്ടർ, വേട്ടക്കാരൻ. അങ്ങനെയല്ലല്ലോ, തിരിച്ചറിയ. ദ ഹണ്ടർ ഷൂട്ട്സ് ദ ലയൺ, ദ ലയൺസ് അല്ലേ? ദ ഹണ്ടർ, T ക്യാപിറ്റലൈറ്റ് ചെയ്തോ തിരിച്ച്. അത് ആദ്യം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈറ്റ് ആവും അല്ലേ? പിന്നെ ദ ലയൺസ് ഇടയിൽ വരുന്നോണ്ട് T സ്മോൾ ആയിട്ട് കേട്ടോ. അടുത്ത് ഹി മീറ്റ്സ് എവരിഡേ ഹിസ് ഫ്രണ്ട്സ്. He meets his friends every day. അങ്ങനെ. He meets, അവൻ കാണുന്നു, എവരിഡേ, എല്ലാ ദിവസവും. ഹിസ് ഫ്രണ്ട്സ്, അവന്റെ കൂട്ടുകാരെ. he meets his friends, പിന്നെ എവരിഡേ കാണാണ് കേട്ടോ. ആദ്യം ഹി, സബ്ജക്ട്, മീൻസ് വെർബ്, ആരെ? ഹിസ് ഫ്രണ്ട്സ്, അവന്റെ സഹോദരൻ, അവന്റെ കൂട്ടുകാരൻ, ഇവരുടെ എല്ലാ ദിവസവും. വി അച്ചീവ് ടു സ്ട്രൈവ് പെർഫെക്ഷൻ. വി, ഞങ്ങൾ. അച്ചീവ്, നേടുന്നു. അച്ചീവ്, നേടുന്നു. എഴുത്, അതൊന്നും അർത്ഥം അറിയുന്നവർക്ക് ഇരുന്നാ പോരാ. അച്ചീവ് സ്പെല്ലിംഗ് പഠിക്കണം. ACHIEV. സ്ട്രൈവ്, കഠിനാധ്വാനം ചെയ്യുന്നു.
പെർഫെക്ഷൻ, പൂർണ്ണത. പെർഫെക്ഷൻ, പൂർണ്ണത. വി അച്ചീവ് ടു സ്ട്രൈവ് പെർഫെക്ഷൻ എന്നുള്ള തെറ്റാണ് അല്ലേ? ആദ്യം എന്ത് പറയണം? വി, ഞങ്ങൾ, നമ്മൾ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സ്ട്രൈവ്, കഠിനാധ്വാനം ചെയ്യുന്നു. എന്തിന്? ടു അച്ചീവ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ, സമ്പൂർണ്ണത കൈവരിക്കുന്നതിന് വേണ്ടി, നേടുന്നതിന് വേണ്ടി. അച്ചീവ്, നേടുക. ദിസ് ടൈം ലാസ്റ്റ് ഇയർ ഐ വാസ് ലിവിംഗ് ഇൻ ഊട്ടി. അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ദിസ് ടൈം ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഈ സമയം, ഐ വാസ് ലിവിംഗ് ഇൻ ഊട്ടി. തിരിച്ചു പറയാൻ തെറ്റില്ല. ഐ വാസ് ലിവിംഗ് ഇൻ ഊട്ടി ദിസ് ടൈം ലാസ്റ്റ് ഇയർ എന്ന് പറയാം. ദ ഗ്രാമർ ടീച്ചേഴ്സ് ടീച്ചർ. The teacher teaches grammar. The teacher teaches grammar. ആരാ പഠിപ്പിക്കുന്നത്? The teacher. എന്താണ് ചെയ്യുന്നത്? ടീച്ചേഴ്സ്. എന്താ പഠിപ്പിക്കുന്നത്? The grammar. ശരി. അപ്പൊ SPA പാറ്റേൺ ആയി. സൂസൻ ഫിലിം റിയലി ലവ്സ് ദാറ്റ്. സൂസൻ റിയലി ലവ്സ് ദാറ്റ് ഫിലിം. സൂസൻ യഥാർത്ഥത്തിൽ തന്നെ ആ ഫിലിം ഇഷ്ടപ്പെടുന്നു. സൂസൻ റിയലി ലവ്സ് ദാറ്റ് ഫിലിം. എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അഡ്വർബാണ് റിയലി. ബിൽ ഈസ് കോളിംഗ് ഹിസ് ഗേൾ ഫ്രണ്ട് അഗെയിൻ. അത് 10ാമത്തെ കറക്റ്റാണ്. ബിൽ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. Kinds of sentences. So we learned a sentence is a group of words which makes a complete sense. A sentence എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം ദ്യോതിപ്പിക്കുന്ന ഒരു പദസമൂഹം ആണ്, പദങ്ങളുടെ കൂട്ടം ആണ് എന്ന് വെച്ചു അല്ലേ? Now we are going to learn the types or the kinds of sentences. സെന്റൻസിന്റെ ഇനങ്ങൾ, കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ആണ്. There are different types or kinds of sentences. Which are there? The assertive sentence, the interrogative sentence, the imperative sentence, the exclamatory sentence. No, other types are also there. A sentence can perform different functions and take different forms. ഒരു സെന്റൻസിന് പല ഫങ്ഷൻസ് ഉണ്ട്. പല ഫങ്ഷൻ നിർവഹിക്കാൻ വേണ്ടി പല രൂപത്തിൽ സെന്റൻസ് വരാം. ശരി. So it can take different forms. സെന്റൻസ് പല രൂപത്തിലാണ്. ഫോം ഡിഫറെന്റ് മീൻസ് വ്യത്യസ്ത അല്ലേ? ഡിഫറെന്റ്, വ്യത്യസ്തമായ. സെയിം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫറെന്റ്. DIFFERENT. ഡിഫറെന്റ്, വ്യത്യസ്തമായ. ഓപ്പോസിറ്റ് സെയിം, ഒരേപോലെയുള്ള. SAME, സെയിം ആണ് പറയുന്നത്. It is based on the meaning or importance of the sentence. They are classified into 4 kinds, namely the assertive sentence, the interrogative sentence, the imperative sentence, the exclamatory sentence. So there are different types of sentences. പലതരം സെന്റൻസുകളുണ്ട്. ഇപ്പോ സെന്റൻസിന്റെ മീനിങ്, ആശയം അല്ലെങ്കിൽ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സെന്റൻസിനെ പല തരത്തിൽ തരംതിരിച്ചു. ഇവിടെ 4 തരമാണ് പറയുന്നത്. 1. The assertive sentence. A sentence which makes statements or assertions or declares something is called assertive sentence or declarative sentence. So, or we can say a sentence which makes a declaration is called an assertive sentence or a declarative sentence. Assertive sentence means a declaration, a statement. Short idea. A sentence, an assertive sentence is a declaration or a statement. ചുരുക്കി പറഞ്ഞാൽ ഒരു അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്താവനയാണ്, ഒരു ഡിക്ലറേഷൻ ആണ്. എ സെന്റൻസ് വിച്ച് മേക്സ് സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ഓർ അസർഷൻ ഓർ ഡിക്ലെയർസ് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നു സംതിങ്, എന്തെങ്കിലും കാര്യം, അതിനെ എന്ത് പറയും? അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. Assertive sentence is a statement or declaration.
ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ അസർട്ടീവ് സെന്റൻസിന്റെ വേറെ പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. അത് ഡിക്ലറേഷൻ ആണ്. നെക്സ്റ്റ്, നൗ ദ ഫോളോയിങ് സെന്റൻസസ് വി ചെക്ക്. They assert something, in other words they are statements. ഈ പറയുന്ന സെന്റൻസുകൾ, ഇനി പറയാൻ പോകുന്ന സെന്റൻസുകളൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ്. എക്സാമ്പിൾസ്: മേരി ഈസ് സ്റ്റിൽ റൈറ്റിംഗ് ലെറ്റേഴ്സ്. മേരി ഇപ്പോഴും കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു, കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? സ്റ്റിൽ ഇപ്പോഴും അർത്ഥം അറിയാതെ എഴുതണം. ഐ ലവ് മൈ ഫാദർ ആൻഡ് മദർ. ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഇഷ്ടപ്പെടുന്നു. ഷീ സ്പോക്ക് ഇൻ എ വെരി ലോ വോയിസ്. സ്പീക്ക് ഓപ്പോസിറ്റ്, സ്പീക്ക് പാസ്റ്റ് ടെൻസ് ആണ്, സ്പോക്ക് എഴുതണം, അർത്ഥം അറിയാം. SPEAK സ്പീക്ക്, സംസാരിക്കുന്നു, സംസാരിക്കുക, സംസാരിക്കുന്നു എന്നാണ് അർത്ഥം വരിക. പ്രസന്റ് ടെൻസ് അത് ഒരു വരട്ടിട്ട് അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതാം. PAST എഴുതിയാൽ മതി, പാസ്റ്റ്. സ്പോക്ക് SPOKE. അപ്പോ ഇതൊക്കെ വേർഡ്സ് അറിയാൻ കേട്ടോ. സ്പീക്കിന് സ്പീക്കിനൊന്നും എഴുതിക്കരുത് പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ. സ്പോക്ക് എന്നാണ്. ഷീ സ്പോക്ക് ഇൻ എ വെരി ലോ വോയിസ്. അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു. ലോ, ലോ, LOW, ലോ, LOW, ലോ. എഴുത്, അറിയുന്ന വിചാരിച്ചിട്ടോ, പിന്നെ അറിയില്ല. ലോ, പതിഞ്ഞ, പതിഞ്ഞ ശബ്ദത്തിൽ. ഓപ്പോസിറ്റ് ഹൈ, HIGH, ഹൈ. വോയിസ്, ശബ്ദം, അറിയാലോ. വോയിസ് മെസ്സേജ് അല്ലേ? വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജ് അയക്കാറ്. വോയിസ്, ശബ്ദ സന്ദേശം. വോയിസ് മെസ്സേജ്, ശബ്ദ സന്ദേശം. ഷീ സ്പോക്ക് ഇൻ എ വെരി ലോ വോയിസ്. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. മിസ്റ്റർ AK ആന്റണി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. മിസ്റ്റർ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആകുന്നു. അതെങ്ങനെ അറിയാം? മിസ്റ്റർ പിണറായി വിജയൻ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. മിസ്റ്റർ നരേന്ദ്ര മോഡി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. മിസ്റ്റർ VP സിംഗ് വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അല്ല, വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അല്ലെ? മിസ്റ്റർ ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതൊക്കെ പറയാം അല്ലെ? ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പൊ വാസ് എന്നാണ് ഉപയോഗിക്കുക. WAS, വാസ്. ഈസ് പാസ്റ്റ് ടെൻസ് ആണ്. എന്ത്? വാസ്. എഴുതിക്കോ. ഈസ് പാസ്റ്റ് ടെൻസ്, വാസ്. ഈസ്, വാസ്. സിംഗുലർ ആണോ? ഈസ് പാസ്റ്റ് ബ്രാക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈസ് പാസ്റ്റ് ഒന്നിച്ച് എഴുതിയാൽ മനസ്സിലാക്കാം. ഇനി ആർ എന്നാണെങ്കിലോ ARE, ആർ. അതിന്റെ പാസ്റ്റ് എന്താണ്? പാസ്റ്റ് വേർ. WERE, വേർ. WERE, വേർ. ഒറ്റ വാക്കുകളൊക്കെ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ഇതാകും. രണ്ടും കൊണ്ട് ക്യാപിറ്റൽ ചെയ്തത്. അപ്പോ മിസ്റ്റർ ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നു. നെക്സ്റ്റ്, ദ സിറ്റുവേഷൻ ഈസ് സീരിയസ്. സാഹചര്യം, സിറ്റുവേഷൻ ഗൗരവതരമാണ്. സീരിയസ് ആണ്. സീരിയസ്. സാലിഹ് റിപ്പയർഡ് ദ റൂഫ്. സാലിഹ് മേൽക്കൂര റിപ്പയർ ചെയ്തു, നന്നാക്കി. റിപ്പയർ എന്ന് പറഞ്ഞാൽ നന്നാക്കി, നന്നാക്കുക. അടുത്ത്, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. ഇഗ്നറൻസ് ഓഫ് ലോ, നിയമം സംബന്ധിച്ച അജ്ഞത. ഇഗ്നറൻസ് അതൊരു എക്സ്ക്യൂസ് അല്ല, അല്ല കേട്ടോ. എക്സ്ക്യൂസ് അല്ല. ഇഗ്നറൻസ്, അജ്ഞത. ഇഗ്നറൻസ്, അജ്ഞത. അതിന്റെ ഓപ്പോസിറ്റ് നോളജ്, അറിവ്. KNOW, നോളജ്. LEDGE, നോളജ്. ഒന്നിച്ചാണോ? നോളജ്. നോളജ് എന്ന് എഴുതുമ്പോ കെ എന്നുണ്ട് ആദ്യം കേട്ടോ. പക്ഷെ വായിക്കുമ്പോ കെ സൈലന്റ് ആണ്. കെ ഉച്ചരിക്കാൻ പാടില്ല. നോളജ് എന്ന് പറയാൻ പാടില്ല. സൈക്കോളജി എന്ന് എഴുതുമ്പോ P എഴുതില്ല ആദ്യം. PSY, CHOLOGY.
LOGY. സൈക്കോളജി എന്ന് എഴുതുക. വായിക്കുമ്പോൾ പി സൈലന്റ്. സൈക്കോളജി എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ നോളജ്. ഇഗ്നോറൻസ്, ജഹലത്ത്, ഇഗ്നോറൻസ്. IGNORANCE, ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമം സംബന്ധിച്ച അജ്ഞത. ഈസ് നോ എക്സ്ക്യൂസ്, അതൊരു എക്സ്ക്യൂസ് അല്ല. ശരി. ദ ബോട്ടിൽ കണ്ടെയ്ൻസ് ഡ്രിങ്കിങ് വാട്ടർ, ബോട്ടിൽ കുടിവെള്ളം ഉൾക്കൊള്ളുന്നു. കണ്ടെയ്ൻസ് ഉൾക്കൊള്ളുന്നു കേട്ടോ. ചിൽഡ്രൻ ഒബേ ദ ടീച്ചേഴ്സ്, കുട്ടികൾ അവരുടെ അധ്യാപകരെ അനുസരിക്കുന്നു. ചിൽഡ്രൻ, കുട്ടികൾ. ചൈൽഡ് പ്ലൂറലാണ് ചിൽഡ്രൻ. ചൈൽഡ് CHILD, ചൈൽഡ്, കുട്ടി. ചൈൽഡിന്റെ ചൈൽഡ്സ് എന്നല്ല പ്ലൂറൽ, ചിൽഡ്രൻ എന്നാണ് കേട്ടോ. കുട്ടികൾ എന്ന് ചിൽഡ്രൻ എന്നാണ് പറയാം. ചിൽഡ്രൻ ഒബേ അനുസരിക്കുന്നു. ഒബീഡിയൻസ് അനുസരണം, അല്ലേ? ഒബീഡിയൻസ്. ഒബേ ദ ടീച്ചേഴ്സ്, ടീച്ചർ അധ്യാപകൻ, അധ്യാപിക രണ്ടിനും പറയും. The assertive sentence includes two forms, both the affirmative and negative. ഇനി അസർട്ടീവ് സെന്റൻസ് തന്നെ രണ്ട് രൂപമുണ്ട്, അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. അഫർമേറ്റീവ് മീൻസ് പോസിറ്റീവ്, ഇറ്റ് ഫിക്സസ്, അത് ഉറപ്പിക്കുന്നതാണ്, സ്ഥിരപ്പെടുത്തുന്നതാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗേഷൻ, നിഷേധിക്കാണ്. അപ്പം എന്താണ്, ഐ ലവ് മൈ ഫാദർ ആൻഡ് മദർ നേരത്തെ സെന്റൻസ് പറഞ്ഞു അല്ലേ? ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നു. അപ്പൊ ഐ ലവ് എന്നുള്ളത് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് അറിയാം. ഐ ഡോണ്ട് ലവ് മൈ ഫാദർ ആൻഡ് മദർ. ഐ ഡോണ്ട് ലവ് മൈ പാരന്റ്സ്. ഫാദർ ആൻഡ് മദർ എന്നുള്ളതിന് ഒന്നിച്ചെന്താണ് പറയാ? അതെത്തിച്ചോ, ഫാദർ ആൻഡ് മദർ, പാരന്റ്സ്. പാരന്റ്സ്, PARENTS, പാരന്റ്സ്. പാരന്റ് എന്നല്ല പറയാ, പാരന്റ്സ്. അപ്പൊ ഐ ലവ് മൈ പാരന്റ്സ് ഒരാൾ പറയാം. മറ്റൊരാളെ പറ്റി പറയാണ് ഹി ഡിഡിൻ ലവ്, അല്ലെ ഹി ഡസൻ ലവ് ഹിസ് പാരന്റ്സ്. ഹി ഡസൻ ലവ് ഹിസ് പാരന്റ്സ്. അവൻ അവന്റെ രക്ഷിതാക്കളെ ഇഷ്ടപ്പെടുന്നില്ല. ഹി ആവുമ്പോ ഡസിന്റ്, ഡസ്. ഐയുടെ കൂടെ പ്ലൂറലിനെ പോലെയാണ്, ഫോം ഇല്ലാതെ വരിക. ഐ ലവ്സ് എന്ന് പറയാം. ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു. ഐ ലവ്സ് യു എന്ന് പറയാം. ഞാൻ അവിടെ ഹി ലവ്സ് യു എന്ന് പറയാം. അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഹി ലവ്സ് യു. ഐ യു ഇവയുടെ കൂടെ പ്ലൂറലിന്റെ പോലെ ബേസ് ഫോം ആണ് വരിക. ബേസ് ഫോമും യെസ് ഫോമും ഉണ്ട് പ്രസന്റ് ടെൻസിൽ. നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പറയും ബേസ് ഫോമും ഉണ്ട്, യെസ് ഫോമും ഉണ്ട്. ബേസ് ഫോം ഇപ്പം ഉദാഹരണം റൈറ്റ്സ്. ഐ റൈറ്റ് എ ലെറ്റർ, ഞാൻ കത്ത് എഴുതുന്നു. ഹി റൈറ്റ്സ് എ ലെറ്റർ, അവൻ ഒരു കത്ത് എഴുതുന്നു. ദേ റൈറ്റ് എ ലെറ്റർ, പ്ലൂറലും യെസ് ഫോം ഇല്ലാതെയാണ്, ബേസ് ഫോം മാത്രമാണ് ഉപയോഗിക്കാം. ദേ റൈറ്റ് എ ലെറ്റർ. ശരി. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ രണ്ട് രൂപ ഉണ്ട്, യെസ് ഫോമും ബേസ് ഫോമും രണ്ടും ഉപയോഗിക്കുക. ശരി. ഐയുടെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും യെസ് ഇല്ലാതെ ബേസ് ഫോം ഉപയോഗിക്കും. സിംഗുലറിന്റെ കൂടെ യെസ് ഫോം ഉപയോഗിക്കും കേട്ടോ. ഇന്ത്യ ഈസ് അവർ കൺട്രി, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ദ സിറ്റുവേഷൻ ഈസ് സീരിയസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ നെഗറ്റീവ് എങ്ങനെയാ? ദ സിറ്റുവേഷൻ ഈസ് നോട്ട് സീരിയസ്. ദ സിറ്റുവേഷൻ ഈസ് നോട്ട് സീരിയസ്, സിറ്റുവേഷൻ സീരിയസ് അല്ല എന്ന്. അത് നെഗറ്റീവാണ്. അഫർമേറ്റീവ് എങ്ങനെയാണ്? ദ സിറ്റുവേഷൻ ഈസ് സീരിയസ്. എക്സാമ്പിൾസ്. നെക്സ്റ്റ്, ബേബി ക്രൈസ് ഫോർ മിൽക്ക്. കുട്ടി പാലിന് വേണ്ടി കരയുന്നു. ക്രൈസ് ഫോർ, ഇന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഫോർ എന്നുള്ളത് കേട്ടോ. ബേബി ഡസ് നോട്ട് ക്രൈ ഫോർ മിൽക്ക്. ബേബി ഡസ് നോട്ട് ക്രൈ കേട്ടോ. ബേബി ആയതുകൊണ്ട് ക്രൈസ് എസ് ഫോം ആണ് ഉപയോഗിച്ചത്. അപ്പൊ ക്രൈസ് ആയതുകൊണ്ട് എസ് ഫോം ആയതുകൊണ്ട് ഡു ഡസ് ഡിഡ് അതിൽ ഏത് ഉപയോഗിക്കണം? നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡസ് ഉപയോഗിക്കണം. ശരിയല്ലേ? ഒരു അഫർമേറ്റീവിനെ നെഗറ്റീവ് ആക്കുമ്പം അതിൽ എങ്ങനെയാണെന്ന് നോക്കണം. സിംഗുലർ ആണ്, ഇത് പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ആണോ നോക്കണം. അപ്പം ഇവിടെ പ്രസന്റ് ആണ്. ക്രൈസ് എന്ന് പറയുമ്പോൾ എസ് ഫോം ഉണ്ട് അല്ലെ? എസ് ഫോം ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ സബ്ജക്ട് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? ഡു ഡസ് ഡിഡ്, ഇതിൽ ഏത് ചേർക്കണം? ഡസ് ചേർക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ചേർക്കണം.
എന്നിട്ട് ഇതിനെ നെഗറ്റീവ് ആക്കണം. അപ്പൊ നെഗറ്റീവ് ചെയ്യണം. നോട്ട്. പിന്നെ ക്രൈസ് എന്നുള്ളത് ക്രൈനായി മാറി. കാരണം എസ് ഫോം ആദ്യം വന്നു, ഡസ് വന്നു. ക്വസ്റ്റ്യനിലും നെഗറ്റീവിലുമാണ് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുന്നത്. ശരി. അപ്പൊ ബേബി ക്രൈസ് ഫോർ മിൽക്ക് എന്നുള്ളത് ബേബി നോട്ട് ക്രൈസ് ഫോർ മിൽക്ക് എന്ന് എഴുതാൻ പറ്റില്ല നെഗറ്റീവ് ആകുമ്പോൾ. നെഗറ്റീവ് ആകുമ്പോൾ ഡു, ഡസ്, ഡിഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ശരി. ഇങ്ങനെ ഈ മെയിൻ വെർബിന്റെ കൂടെ അതിനെയാണ് ആദ്യം വരാം. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ അതാണ് വരിക. ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ഒന്ന് സന്ദർഭം അനുസരിച്ച്. അപ്പൊ ബേബി ക്രൈസ് ഫോർ മിൽക്ക്, ബേബി പാലിന് വേണ്ടി കരയുന്നു. അപ്പൊ ക്രൈസ് എന്നുള്ളതാണ് എസ് ഫോമിലുള്ള ഒരു മെയിൻ വെർബാണത് അല്ലേ. അതിന് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ നോട്ട് ക്രൈസ് എന്ന് ആക്കിയാൽ പോരാ. എന്ത് ചെയ്യണം? ഡു, ഡസ്, ഡിഡ് ഇതിലേതെന്ന് ഉപയോഗിക്കണം. ക്രൈസ് എന്നുള്ളത് എന്താണ്? അവിടെ എസ് ആണ് ഉപയോഗിക്കേണ്ടത്. എസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഡസ് ഫോം ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ഡസ് പിന്നെ നോട്ട് വരിക. ഡസ് നോട്ട്. പിന്നെ ക്രൈസ് എന്നുള്ളത് വെറും ക്രൈ ആയി മാറി. കാരണം എന്താ? ഡസ് ആദ്യം വന്നത് കാരണം വീണ്ടും ക്രൈസ് എന്ന് പറയില്ല. ഡസ് ആദ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്രൈസ് എന്ന് പറയില്ല. അപ്പൊ ബേബി ഡസ് നോട്ട് ക്രൈ ഫോർ മിൽക്ക്. അതുപോലെ സാബിറ നോസ് ദ ട്രൂത്ത്. സാബിറക്ക് സത്യം അറിയാം. സാബിറക്ക് സത്യം അറിയാം. അപ്പൊ സാബിറ പിന്നെ നോസ് എന്നുള്ളത് എന്താവും? ഡസ് ഉപയോഗിക്കണം. എസ് ഫോം അല്ലേ. പിന്നെ നോട്ട് ഉപയോഗിക്കണം. പിന്നെ നോസ് എന്നുള്ളത് നോ ആയി മാറി. ശരി. അപ്പൊ സാബിറ ഡസ് നോട്ട് നോ ദ ട്രൂത്ത്. ശരി. സാബിറക്ക് സത്യം അറിയുകയില്ല. ശരി. ഐ ലോസ്റ്റ് മൈ കീ. എനിക്ക് എന്റെ കീ നഷ്ടപ്പെട്ടു. ശരി. എനിക്ക് എന്റെ കീ നഷ്ടപ്പെട്ടു. ലോസ്റ്റ്. അപ്പൊ ലോസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ലോസ്റ്റ് നഷ്ടപ്പെട്ടു. അതിന്റെ ഈ പ്രസന്റ് അങ്ങനെ ലോസ്, LOSE ലോസ്. LOSE ലോസ് നഷ്ടപ്പെടുക. അതിന്റെ പാസ്റ്റ് പ്രാക്ടിക്കൽ പാസ്റ്റ് ചെയ്തിട്ട് ലോസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ ഐ ലോസ്റ്റ് മൈ കീ അത് അഫർമേറ്റീവാണ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്താണ്? ഭൂതകാലാണ്. അപ്പൊ ലോസ്റ്റ് എന്നുള്ളതിന്റെ അതിനെ നെഗറ്റീവ് ആക്കുമ്പോ നമുക്ക് എന്തറിയണം? ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. ആദ്യം നല്ല നെഗറ്റീവ് ആക്കാൻ പറ്റുള്ളൂ, നല്ല ഡിഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഐ ലോസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു മൈ കീ എന്റെ കീ താക്കോൽ. അപ്പോ ഐ പിന്നെ ലോസ്റ്റ് എന്നുള്ളതിനെ എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ് ആയിട്ട് ഡിഡ് ചേർക്കണം. പിന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് ചേർക്കണം. പിന്നെ ലോസ്റ്റിന്റെ ബേസ് ഫോം എന്തുപയോഗിക്കണം? പ്രസന്റ്. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. ലോസ്റ്റ് എന്നുള്ളത് ലോസ്, LOS. അപ്പൊ ഐ ഡിഡ് നോട്ട് ലോസ് മൈ കീ. ശരിയല്ലേ? അപ്പൊ ഹി ലോസ്റ്റ് ഹിസ് കീ ആണെങ്കിൽ ഹി ഡിഡ് നോട്ട് ലോസ് ഹിസ് കീ. ശരിയല്ലേ? അതേപോലെ ഐ തിങ്ക് യു ആർ മാഡ്. നീ ഭ്രാന്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിയിട്ടു അല്ലേ? ഐ തിങ്ക് യു ആർ മാഡ്. നീ ഭ്രാന്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഐ തിങ്ക് എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. ഐ അതുകൊണ്ട് തിങ്ക് എന്ന് വന്നത്. എസ് ഫോം ആണോ? അല്ല, ബേസ് ഫോം ആണ്. തിങ്സ് ഇല്ലല്ലോ. ഐ വന്നതുകൊണ്ടാണ് തിങ്ക് എന്ന് വന്നത്. പ്ലൂറലിനെ പോലെയാണ് ഐ വരുമ്പോ. ദേ തിങ്ക് എന്ന് പറയാം. ദേ തിങ്സ് എന്ന് പറയാ. അതുപോലെ ഐ തിങ്ക് എന്ന് പറയാം. ഹി ആണെങ്കിൽ ഹി തിങ്സ് എന്ന് പറയും. ശരി. തിങ്ക് ചിന്തിക്കുക, വിചാരിക്കുക. THINK. ഐ തിങ്ക് യു ആർ മാഡ്. MAD മാഡ്, ഭ്രാന്തൻ. ഭ്രാന്തൻ. ഐ തിങ്ക് യു ആർ മാഡ്. നീ ഭ്രാന്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അഫർമേറ്റീവ് ആണ്. ഉറപ്പിച്ചു പറയണം. അഫർമേറ്റീവ് പറഞ്ഞാൽ എന്താ അറിയാം കേട്ടോ. ഇങ്ങനെ സ്ഥിരപ്പെടുത്തി പറയുന്നതാണ് അഫർമേറ്റീവ്. ഇല്ല എന്ന് ചെയ്തില്ല, അല്ല എന്നൊക്കെ പറയുന്നതാണ് നെഗറ്റീവ്. നെഫീവ്. ഒന്നും സുബൂത്ത്, ഒന്ന് നെഫീവ്. മുസ്ബത്ത്, മംഫി. അറബിയിൽ മുസ്ബത്ത്, മംഫി. അഫർമേറ്റീവ് മുസ്ബത്ത്, നെഗറ്റീവ് മംഫി. ഐ തിങ്ക് എന്നുള്ള അപ്പൊ എന്താവും? തിങ്ക് എന്നുള്ള ബേസ് ഫോം ആണ് അല്ലെ. അപ്പൊ ഡു ആണ് വേണ്ടത്. ഐ കഴിഞ്ഞിട്ട് ഡു. പിന്നെ നെഗറ്റീവ് നോട്ട്. പിന്നെ തിങ്ക് തന്നെ. അങ്ങനെ തന്നെ തിങ്ക് തന്നെ. ഐ ഡു നോട്ട് തിങ്ക് യു ആർ മാഡ്. നീ ഭ്രാന്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അല്ലേ. ഇന്നത്ര മതി കേട്ടോ. ബാക്കി നെക്സ്റ്റ് ഡേ.
അസ്സലാമു അലൈക്കും.